ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ബഹുഭൂരിഭാഗം ആളുകളും അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ആ പെണ്ണന്ന് കയറിയിട്ട് ഇപ്പൊ ഈ ലോകം മുഴുവൻ മുടിഞ്ഞ പോലെ ആയില്ലേ. ഇപ്പൊ അടുത്ത പ്രാവശ്യം കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി തന്നെ ഇത് പോയിരിക്കുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കണേ. അത് നോക്കാൻ പറ്റില്ല, എനിക്ക് തോന്നണില്ല. എന്തെല്ലാം പ്രതിഷേധങ്ങളുണ്ടായി, അതൊന്നും വകവെക്കാതെ ഞങ്ങൾ നടത്തിയേ തീരൂ എന്നൊരു ഇത്. അയ്യപ്പഭക്തന്മാരും വരില്ല, പിണറായിനെ എല്ലാവർക്കും അറിയാം. ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, പക്ഷെ പറയാതിരിക്കാൻ പറ്റൂല. അടുത്ത തവണ ഈ കണ്ടീഷനിൽ ജയിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പൊതുജനം കഴുതയില്ലെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല, പൊതുജനം കഴുത തന്നെയാണ്. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പുണ്യഭൂമിയായ പമ്പയിൽ അടുത്തിടെ നടന്ന ആഗോള അയ്യപ്പ സംഗമം വലിയ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ആഗോള എന്ന് പേരിട്ട് വിളിച്ച ഈ പരിപാടി സർക്കാർ ജീവനക്കാരുടെ കുടുംബ സംഗമം പോലെ ആയിരുന്നു. ആൾക്കൂട്ടം പ്രതീക്ഷിച്ച വേദിയിൽ ആളൊഴിഞ്ഞ കസേരകൾ മാത്രം ബാക്കിയായത് എന്തുകൊണ്ടാണ്? വിശ്വാസത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത്തവണ ജനങ്ങളോട് തന്നെ നേരിട്ട് ചോദിക്കാം. പിണറായി വിജയന്റെ അയ്യപ്പ സംഗമത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പക്ഷെ ഇത്രയും നാളെ അതുമായിട്ട് യോജിക്കാണ്ട് കടന്ന ഒരാള് ഇപ്പൊ അടുത്ത പ്രാവശ്യം കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി തന്നെ ഇത് പോയിരിക്കുന്നത്. ഒഴിഞ്ഞ കസേരകളോടാണല്ലോ പ്രസംഗം നടക്കുന്നത്. 3500 പേര് വരുമെന്ന് പറഞ്ഞു. വരൂല്ലല്ല, അയ്യപ്പഭക്തന്മാരും വരില്ല, പിണറായിനെ എല്ലാവർക്കും അറിയാം. അടുത്ത തവണയും അധികാരത്തിൽ കയറും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ആര് വരണമെന്നാണ് ആഗ്രഹം? അതിപ്പോ തമ്മിൽ വേദം കോൺഗ്രസ് ആണ്, അത്രേ ഉള്ളൂ. എന്തിനാണ് മോനിയത് വെറുതെ അങ്ങനെ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? കുറെ സ്വർണം കൊണ്ടുപോയി ഇനി ഇങ്ങോട്ട് കിട്ടാൻ പോണ വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടാൻ പോണില്ല. എന്നിട്ടാണ് ഈ സംഗമം വെക്കണ. ആർക്ക് വേണ്ടി? പൊതുജനം കഴുതയില്ലെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല, പൊതുജനം കഴുത തന്നെയാണ്, ഞാനുൾപ്പെടെ. പൊതുജനം കഴുതയില്ലെന്ന് ശ്രീയുടെ നായർ പറയാറുണ്ട്, പക്ഷെ അത് വെറുതെ. ഈ നമ്മുടെ ശബരിമല സ്ത്രീ വിഷയമല്ലേ, അത് ആൾക്കാർ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രമായിട്ട് അയ്യപ്പ സംഘമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതും ശരിയായിരിക്കും, എല്ലാവർക്കും ആലോചിച്ചു വന്നാൽ അത് ശരി തന്നെയാണ്. ശരിയല്ലേ മോനെ? ചേച്ചി പറഞ്ഞ കാര്യമല്ലേ? എന്തിനാണ് ഈ അയ്യപ്പ സംഗമം വെക്കണത്? എന്ത് കാര്യമുണ്ട്? ആ പെണ്ണന്ന് കയറിയിട്ട് ഇപ്പൊ ഈ ലോകം മുഴുവൻ മുടിഞ്ഞ പോലെ ആയില്ലേ. ആ പെണ്ണിനെ കയറ്റേണ്ട പോലെ കാര്യമുണ്ടാ മനുഷ്യര്? ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, പക്ഷെ പറയാതിരിക്കാൻ പറ്റൂല. പിണറായി വിജയനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എന്റെ അച്ഛനായിട്ട് തന്നെ രാഷ്ട്രീയത്തിൽ ഈ കമ്മ്യൂണിസ്റ്റാണ്, പക്ഷെ പറയാതിരിക്കാൻ പറ്റൂല. എനിക്ക് അത്ര ദേഷ്യം കയറുന്ന ഒരു വിഷയമാണ് ഈ കാര്യം. ഇപ്പൊ അയ്യപ്പ സംഗമം വെച്ചേക്കണത് ഇപ്പൊ ഒരു വണ്ടി പോയപ്പോ ഞാൻ ആ വണ്ടിയുമ്പോ കണ്ടപ്പോ ഞങ്ങൾ പറഞ്ഞോളൂ, അവളോട് ഞാൻ പറഞ്ഞോളൂ, അയ്യപ്പ സംഗമം പോണ്, 4 കിലോ സ്വർണം കാണാനില്ല, അയ്യപ്പ സംഗമം വെക്കണെന്ന്. കാര്യമല്ലേ? അത്രേ ഉള്ളൂ. എന്ത് കാര്യമുണ്ട്? പിണറായി വിജയന് വോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ മനുഷ്യൻ ജയിക്കും. അത് നോക്കാൻ പറ്റില്ല, അത് ജയിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. പെൻഷന്റെ കാര്യം ഓർക്കുമ്പോ പറ്റൂല. കോൺഗ്രസ് കയറിയാൽ ചിലപ്പോ അത് വെട്ടിക്കുരുക്കും എന്ന് പറയാനുണ്ട്. യുഗേനാണ് ഇത് കൂട്ടി തന്നത്. 300 കേന്ദ്രം തന്നെയുള്ളൂ എന്ന് പറയുന്നത്, ബാക്കി 1300 ഈ പിണറായി വിജയനാണ് അത് ശരിക്കും കൂട്ടി വെച്ചേക്കണത്. ആ മനുഷ്യനാണ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു തെറ്റായിട്ട് ആ മനുഷ്യന്റെ. അല്ലാതെ നല്ല ഭരണം തന്നെയാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിലാണ് എല്ലാവരും വെറുത്തു പോയതൊക്കെ, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു സിൽവർ ലൈൻ എന്ന് പറഞ്ഞു വന്നില്ലേ, അതിലാണ് കൂടുതൽ പറ്റിയത്, വേറെ ഒരു കാര്യവുമില്ല. അയ്യപ്പ സംഘമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് സദുദ്ദേശത്തോടു കൂടിയാണെന്ന് നമുക്ക് തോന്നല്ല. കാരണം ഇത്രേ അയ്യപ്പന്മാർ ഈ വേൾഡ് തലത്തിൽ അറിയപ്പെടുക, നമ്മുടെ കേരളത്തിലെ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയ്ക്ക് അത് ഏറ്റവും അത്യാവശ്യമാണ് ലോകം അറിയേണ്ടത്. പക്ഷെ അത് രാഷ്ട്രീയപരമാണോ എന്ന് ചോദിച്ചാൽ അതിൽ കുറേ കഴമ്പുണ്ട്. എല്ലാവരും പറയുന്നു മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞ പിന്നെ ദേശാഭിമാന പത്രം കൊണ്ടുവന്നു, അതൊക്കെ ശരിക്കും ഒരു രാഷ്ട്രീയവൽക്കരിക്കുക തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിക്ക് മുപ്പാട് ഈ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല.
കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ വനിതകൾ ശബരിമലയിൽ ചെല്ലണം എന്ന് പറയുന്ന ഒരു പരമ്പരാഗതമായ ഒരു വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഉള്ളൊരു സംഭവമാണ്. അത് രാഷ്ട്രീയമായി മുതലെടുപ്പിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. എന്തൊക്കെയായാലും ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ബഹുഭൂരിഭാഗം ആളുകളും അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ സത്യാവസ്ഥ കുറേ ജനത്തിന് ബോധ്യപ്പെട്ടു. ഒരു രാഷ്ട്രീയവൽക്കരണം എന്ന രീതിയിൽ ഉള്ളൊരു പ്രവർത്തനം പോലെയാണ്. അല്ലെങ്കിൽ അത് എല്ലാ വിഭാഗം ആളുകളെയും ഒന്നിപ്പിച്ചുകൊണ്ട് നടത്തണമെങ്കിൽ അതിന് ദേവസ്വം തലത്തിലൊക്കെ അതിന് വേണ്ടതായ സംവിധാനങ്ങൾ ഒരുക്കണം. ഈ രാഷ്ട്രീയമായിട്ട് മറ്റുള്ളവരെയൊക്കെ ബോധിപ്പിക്കാവുന്ന രീതിയിൽ കുറേ എന്തെല്ലാം പ്രതിഷേധങ്ങളുണ്ടായി അതൊന്നും വകവയ്ക്കാതെ ഞങ്ങൾ നടത്തിയേ തീരൂ എന്നൊരു ഇത്, ആ വികാരങ്ങൾ മാനിച്ച് ജനങ്ങളുടെയും ഇവരുടെയൊക്കെ വികാരം മാനിക്കുകയാണ് കാര്യം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കണേ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് മാത്രമാണ്. അത് ശരിക്കും അതുകൊണ്ടാണ് ഇത് രാഷ്ട്രീയവൽക്കരണം എന്ന് പറയുന്നത്. ഇതിക്ക് മുമ്പാട് എത്ര വർഷങ്ങളുണ്ടായി ഇവിടെ ഇതൊന്നും നടത്താതെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഈ പ്രക്രിയ ഒരു കാരണവശാലും വിശ്വാസികളായ ജനത്തിന് അംഗീകരിക്കാൻ പറ്റും. അടുത്ത തവണ ഈ കണ്ടീഷനിൽ ജയിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരുപാട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു ഭരണം തന്നെയാണ് നടക്കുന്നത്. ഇത്തരം ചില പ്രഹസനങ്ങൾ എന്നല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഒന്നും തന്നെ ഇവർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ നമ്മൾ ഇപ്പോഴത്തെ പോലീസ് മേധാവിത്വം, അപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ പ്രക്രിയകൾ ആഭ്യന്തര വകുപ്പിൻ്റെ അമ്പേ പരാജയം എന്ന് പറയാവുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതേപോലെ എല്ലാ മേഖലകളിലും ഏത് വകുപ്പാണ് ഇവിടെ സത്യസന്ധമായി പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ പറ്റുക ഒന്നും തന്നെയില്ല. അപ്പം അങ്ങനെയുള്ളൊരു ഭരണം ഇനിയും തുടരണമോ? ഇപ്പോൾ 2 ടേം ഭരിച്ചു. ഈ 2 ടേമിലും ഇവർക്ക് കഴിഞ്ഞ ടേമെന്ന് പറഞ്ഞത് കുറേ കിറ്റുകളുടെ ഇതുകൊണ്ട് ജനങ്ങൾ കുറേ പെണ്ണുങ്ങളുടെ വോട്ട് നേടി. ഇത് ഇനിയും അങ്ങനെ ഒന്ന് കബളിപ്പിക്കാമെന്ന് ഈ സർക്കാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല എന്നാണ് ഞാൻ. അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയണത് എന്താണ് അയ്യപ്പ സംഗമം. മറ്റേ കഴിഞ്ഞ മന്ത്രിസഭയുടെ സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അയ്യപ്പ സ്ത്രീകളെ കയറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. മൊത്തത്തിൽ എന്താണ് എല്ലാ SNDPൻ്റെ വെള്ളാപ്പള്ളി നട NSS എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് അയ്യപ്പ സംഘം എന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ അത്രയ്ക്കുള്ള പ്രായം 10-50 വയസ്സ് ഞങ്ങൾക്കിത് അറിയില്ല. അപ്പോൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഒന്നിച്ചുകൂടി അയ്യപ്പൻ്റെ കാര്യങ്ങൾക്ക് നല്ലതിന് ചെയ്യാനായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. 3500 കോടി ആൾക്കാരെ പ്രതീക്ഷിച്ചു, പക്ഷെ 350 ആൾക്കാർ പോലും വന്നില്ല എന്ന് പറയുന്നത്. അതിപ്പോ വോട്ട് നേടാൻ ഇതൊരു തന്ത്രമായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ നമുക്ക് തോന്നുന്നില്ല. നമുക്ക് ദൈവത്തിൻ്റെ കാര്യത്തിൽ വോട്ടും ഇതൊന്നും അതൊന്നുമില്ല. നമുക്ക് വിശ്വാസമുള്ള ഏറ്റവും വലുത്. അയ്യപ്പനെ എല്ലാവർക്കും വേണ്ടതാണ്. എല്ലാ ജാതി മതക്കാർക്കും അയ്യപ്പനെ വേണ്ടതാണ്. അപ്പോൾ അതിന് അയ്യപ്പനെ രാഷ്ട്രീയത്തിൽ കൂട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ എന്ത് ചെയ്താലും അത് പിണറായിൻ്റെ നേതൃത്വത്തിൽ അത് ചെയ്ത് നല്ലതാണെന്നാണ് പറയുന്നത്. അടുത്ത തവണ അധികാരത്തിൽ കയറും തോന്നുന്നുണ്ടോ? അടുത്ത ആവശ്യം എന്ന് പറഞ്ഞാൽ അത് കയറുക എന്ന് പറയുമ്പോൾ ജനങ്ങൾ കൃത്യമായി വികസനങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നില്ല. പിന്നെ സാമ്പത്തികമായിട്ട് മൊത്തത്തിൽ ഇതാണല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നമ്മളെ പിടിച്ചിട്ടാണല്ലോ നിന്നത് എല്ലാ കാര്യത്തിലും. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഓരോ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റേതായ ചില കുറവുകളും BJPയും കുറിച്ച് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ അവർ അതാക്കും. അവരവരുടെ പാർട്ടി വളരുന്നുള്ളതാണല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. മോദിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം. മോദി പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് അയാളെ കുറിച്ചൊരു നല്ല അഭിപ്രായമാണ്. പിണറായിനെയും കുറിച്ച് നല്ല അഭിപ്രായമാണ്. അപ്പോ ഈ സംഭവത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. വിശ്വാസത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ഭക്തർ അതിനെ തിരിച്ചറിയുകയും അതിൽ നിന്നും അകലം പാലിക്കുകയും ചെയ്യും. കോടികൾ മുടക്കി പന്തലൊരുക്കിയത് കൊണ്ടോ AC സൗകര്യങ്ങൾ ഒരുക്കിയത് കൊണ്ടോ ഭക്തരുടെ ഹൃദയം കീഴടക്കാൻ ആർക്കും കഴിയില്ല. ആളൊഴിഞ്ഞ കസേരകൾ നൽകിയത് ഒരു ശക്തമായ സന്ദേശമാണ്. ഇത് രാഷ്ട്രീയക്കാർക്ക് കിട്ടിയ ഒരു താക്കീതുമാണ്. ഭക്തി ആത്മാർത്ഥമാണ്. അതിൽ രാഷ്ട്രീയം കലർത്തിയാൽ ഭക്തർ അത് അംഗീകരിക്കില്ല, സഹിക്കില്ല.
അതുകൊണ്ട് പമ്പയിലെ ഈ അനുഭവം ഒരു ചരിത്ര പാഠമായിരിക്കും. അധികാരത്തിൽ ഇരിക്കുന്നവർ വിശ്വാസത്തെ അതിന്റെ വഴിക്ക് വിടുക, അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള തിരിച്ചടികൾ ഇനിയും നേരിടേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പങ്കുവയ്ക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.